ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹാകുമുത് തകാസുർ. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പുലർത്തി പാലിച്ച് ജീവിക്കണമെന്ന് നമ്മെ ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മെക്കുറിച്ച് ഏറ്റവും അറിയുന്ന നമ്മുടെ സൃഷ്ടാവായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോടുള്ള സംസാരമായി, അനുഗ്രഹമായി, കാരുണ്യമായി, നേർമാർഗമായി, സത്യാസത്യ വിവേചനമായി വായിക്കപ്പെടുന്നത് എന്ന അർത്ഥത്തിൽ നമുക്ക് ഇറക്കി തന്നിട്ടുള്ള അതിമഹത്തായ അള്ളാഹുവിൻ്റെ നിഅമത്താണ് വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആനിൽ ഓരോന്നും നമ്മോടുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സംസാരമാണ്. 102-ാമത്തെ അധ്യായത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സമൂഹത്തിലെ ചിലരുടെ അവസ്ഥ, വലിയൊരു വിഭാഗം ആളുകളുടെ ഒരു അവസ്ഥയെക്കുറിച്ച് ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അൽഹാകുമുത് തകാസുർ. പരസ്പരം പെരുമ നടിക്കുക എന്ന കാര്യം നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. തകാസുർ എന്നതിന് ധനം, മക്കൾ തുടങ്ങിയ കാര്യങ്ങൾ കൂടുതലുണ്ട് എന്ന നാട്യം. എനിക്ക് ധാരാളം സമ്പത്തുണ്ട്, എനിക്ക് കുറേ മക്കളുണ്ട് എന്ന ഒരു നാട്യം, എന്ന ഒരു ചിന്ത ഒരു മനുഷ്യനെ നയിക്കുന്ന അവസ്ഥ വന്നാൽ ആ വ്യക്തി തകാസുറിൽപ്പെടും. മറ്റൊന്ന്, ധനവും സമ്പാദ്യവുമൊക്കെ അങ്ങനെ ഉണ്ടാകണമെന്ന ആഗ്രഹത്തിലുള്ള മത്സരം, അങ്ങനെ വെട്ടിപ്പിടിക്കാനുള്ള ഒരു ത്വര, അതും തകാസുറിൻ്റെ പരിധിയിൽ വരുമെന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചക ചര്യയുടെയും അടിസ്ഥാനത്തിൽ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നു. വിശുദ്ധ ഖുർആനിലെ 57-ാം അധ്യായം സൂറത്ത് ഹദീദിലെ 20-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അലമു അന്നമൽ ഹയാത്തുദ് ദുനിയാ ലഇബും വലഹു വസീനത്തും വതഫാഖുറുൻ ബൈനക്കും വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്. നിങ്ങൾ അറിയണം, തീർച്ചയായും ദുനിയാവ് എന്ന് പറയുന്നത് കളിയും തമാശയും അതേപോലെ തന്നെ പരസ്പരം പെരുമ നടിക്കലും കുട്ടികളുടെയും അതേപോലെ തന്നെ സമ്പത്തിൻ്റെയും ഒക്കെ കാര്യത്തിൽ പരസ്പരം പെരുമ നടിക്കലുമൊക്കെയാകുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അതേ ആയത്തിൽ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തെ ബോധിപ്പിച്ചുകൊണ്ട് ഒരു മഴ പെയ്യുമ്പോൾ ഉയർന്ന് പൊന്തി വരുന്ന സസ്യങ്ങളെപ്പോലെ അവിടേക്ക് ശക്തമായ വെയിൽ വന്നാൽ എല്ലാം ഇല്ലാതായി പോകും, എന്നാൽ എന്നെന്നും നിലനിൽക്കുന്നത് പരലോകമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിക്കുന്നത്. അപ്പോൾ പരസ്പരം പെരുമ നടിക്കൽ നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. സഹോദരീ സഹോദരന്മാരെ, ഈ ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഈ ഒരു സ്വഭാവത്തിൻ്റെ ഒരംശമെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടോ എങ്കിൽ ഈ ആയത്തിൻ്റെ പരിധിയിൽ നമ്മൾ വരും. നമുക്ക് ധാരാളം സമ്പത്തുണ്ട് എന്ന ഒരു ചിന്ത, അതുകൊണ്ട് ഞാൻ ആരെയും ശ്രദ്ധിക്കേണ്ടതില്ല എന്ന ഒരഹംഭാവം കലർന്ന ഒരു മനോഗതി നമുക്ക് വരുന്നുവെങ്കിൽ അത് നമ്മുടെ ജീവിതത്തെ അപകടത്തിലേക്ക് എത്തിക്കുന്ന ചിന്താഗതിയാണ്. മക്കൾ കൂടുതലുള്ളവരും കുറവുള്ളവരും, ആൺകുട്ടികൾ മാത്രമുള്ളവരും പെൺകുട്ടികൾ മാത്രമുള്ളവരും, ആൺകുട്ടികളും പെൺകുട്ടികളുമുള്ളവരും, ജോലിയുള്ളവരും പഠനത്തിൽ ഉയർന്നു നിൽക്കുന്നവരും അല്ലാത്തവരുമൊക്കെ നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ ഉണ്ടാകും. എന്നാൽ ആ കുട്ടികൾ നന്നായി മുന്നോട്ട് പോകുന്നതിനൊന്നും വിരോധമില്ല. എന്നാൽ അങ്ങനെ എത്തി എന്നത് നമ്മുടെ സംസാരത്തിലും നിലപാടിലുമൊക്കെ എൻ്റെ ഒരു മകൻ അവിടെയാണ്, എൻ്റെ ഒരു മകൻ അമേരിക്കയിലാണ്, മറ്റവൻ മെഡിസിന് പഠിക്കുകയാണ്, ഇങ്ങനെയാണ് ഈ കേട്ടൊലക്കങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കിക്കൊള്ളി, ഞാനെന്ന് പറഞ്ഞാലേ നിങ്ങളാ വിചാരിക്കുന്നത് പോലെയല്ല എന്ന ഒരു അവസ്ഥ. അതിൻ്റെ അർത്ഥം ഒരു മകൻ മെഡിസിന് പഠിക്കുന്നു എന്ന് പറയേണ്ടതില്ല എന്നല്ല. അതൊരു അള്ളാഹു നൽകിയൊരു അനുഗ്രഹമാണ്. ഒരു വിവരം എന്നുള്ള നിലക്ക് ചോദിച്ചാലും ചോദിക്കാതെയും നമുക്ക് സ്വാഭാവികമായും പറയാം. പക്ഷേ ആ പറച്ചിൽ, അതിൻ്റെ പിന്നിൽ എന്താണ് ഹൃദയത്തിലുള്ളത് എന്നതാണ്, അത് തകാസുറുമായി ബന്ധപ്പെടുമോ എന്ന് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണിത്. അൽഹാകുമുത് തകാസുർ. പരസ്പരം പെരുമ നടിക്കുക എന്നത് നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. ഈ അശ്രദ്ധ ഏത് വിഷയത്തിലാണ് നമ്മളെ ബാധിക്കുക?
തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഹത്താ സുർത്തുമുൽ മഖാബിർ. ഏതുവരെയാണ് ഈ മക്കളെക്കുറിച്ചും സമ്പത്തിനെക്കുറിച്ചുമുള്ള പെരുമനടിക്കലും മത്സരവും എടുത്തു പറയലും ഒക്കെ ഏതുവരെയാണ്? നിങ്ങൾ ഖബറിടങ്ങൾ സന്ദർശിക്കുന്നത് വരേക്കും, അഥവാ മരണപ്പെട്ട് ഖബർസ്ഥാനിലെത്തുന്നത് വരെ മാത്രമേ ഈ തകാസുർ ഉണ്ടാവുകയുള്ളൂ. അത്രയേ അതിന് അതിർത്തിയുള്ളൂ, അതിരുള്ളൂ എന്നർത്ഥം. ഹത്താ സുർത്തുമുൽ മഖാബിർ, നിങ്ങൾ ഖബറിടങ്ങൾ സന്ദർശിക്കുന്നത് വരെ. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങൾ ആ വിഷയം, വരാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾ അറിയുക തന്നെ ചെയ്യും. കല്ലാ സൗഫ തഅലമൂൻ, നിസ്സംശയം നിങ്ങൾ വഴിയെ അറിഞ്ഞുകൊള്ളുക തന്നെ ചെയ്യും. എന്താണ് അറിയാൻ പോകുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ, നിസ്സംശയം നിങ്ങൾ ദൃഢമായ അറിവ് നിങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ, ഒരു സംശയവുമില്ലാത്ത ഒരറിവ് ലതറവുന്നൽ ജഹീം, ജ്വലിക്കുന്ന നരകത്തെ നിങ്ങൾ കാണുക തന്നെ ചെയ്യും. അപ്പോൾ ഈ ലോകത്തുള്ള തകാസുറുമായി നടന്നാൽ, ആ അശ്രദ്ധ വന്നാൽ സംഭവിക്കുന്നത് ഖബറിടം മുതൽ അപകടത്തിലേക്ക് പോകും. അതിനുശേഷം ഒരു സംശയവുമില്ലാത്ത പരലോകം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറഞ്ഞു, കല്ലാ സൗഫ തഅലമൂൻ, നിങ്ങൾ അറിയുക തന്നെ ചെയ്യും. സുമ്മ കല്ലാ സൗഫ തഅലമൂൻ, നിസ്സംശയം നിങ്ങൾ അറിയുക തന്നെ ചെയ്യും. നിങ്ങൾ കത്തിജ്വലിക്കുന്ന നരകത്തെ കാണുക തന്നെ ചെയ്യും. ഒരു സംശയവും വേണ്ട. ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ അവർ നരകത്തെ കാണുക തന്നെ ചെയ്യും. സുമ്മ ലതറവുന്നഹാ ഐനൽ യഖീൻ, പിന്നെ തീർച്ചയായും നിങ്ങൾ അതിനെ ദൃഢമായ കണ്ണാൽ കാണുക തന്നെ ചെയ്യും. സഹോദരീ സഹോദരന്മാരെ, നരകത്തെ കാണുന്നല്ല പറഞ്ഞു, കാണുന്നു പറഞ്ഞിട്ട് അവിടെ നിർത്തിയില്ല. സുമ്മ ലതറവുന്നഹാ ഐനൽ യഖീൻ, ദൃഢമായും കണ്ണാൽ, നിങ്ങളുടെ കണ്ണുകൊണ്ട് ആ നരകത്തെ നിങ്ങൾ കാണുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങളോട് ചോദിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഈ സൂറത്ത് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ തകാസുർ, പരസ്പരം പെരുമ നടിക്കുക എന്ന ഒരു ഫ്രെയിമിലാണോ നമ്മുടെ ജീവിതം എന്നതിനെക്കുറിച്ച് നമ്മൾ ഓരോരുത്തരും നമ്മെക്കുറിച്ച് മനസ്സിലാക്കണം. കാരണം ഈ ലോക ജീവിതം എന്ന് പറയുന്നത് കളിയും തമാശയും ഏതാനും ചില സീനത്തും അഥവാ ഭംഗിയുമൊക്കെയാണ് നമ്മൾ കാണുന്നത്. അതിനപ്പുറത്ത് ഒരു യാഥാർത്ഥ്യം ഓരോ വ്യക്തിക്കും വരാനുണ്ട് എന്നതാണ്. അതുകൊണ്ട് മക്കൾ എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതുപോലെ അത് അല്ലാഹുവിൻ്റെ പരീക്ഷണമാണ്. സമ്പത്ത് എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണമാണ്. ഒരു ആക്സിഡൻറ്റിൽ ആ മോനങ്ങ് മരിച്ചു പോയാൽ നമ്മൾ വലിയ പ്രതീക്ഷയോടുകൂടി മെഡിസിന് പഠിച്ച് ഡോക്ടറാകും എന്ന് വിചാരിച്ച് എൻട്രൻസ് പഠിപ്പിച്ച് മക്കൾ മരണപ്പെട്ടു പോയ വാർത്ത നമ്മൾ കേൾക്കുന്നു. അവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വാസം പ്രദാനം ചെയ്യുമാറാകട്ടെ. അത്തരമൊരവസ്ഥ നമുക്ക് വരുമ്പോഴാണ് അതിൻ്റെ വിഷമം നമുക്ക് മനസ്സിലാവുക. അപ്പോൾ ഈ പെരുമ നടിക്കുന്ന കാര്യങ്ങൾ അതോ ഈ ലോകത്ത് വെച്ച് തന്നെ അത് നിർത്തിപ്പിക്കാൻ അല്ലാഹുവിന് കഴിയും. ഇവിടെ വെച്ച് തന്നെ അത് നിർത്തിക്കളയും. മരണപ്പെട്ടു പോയാൽ, നമ്മുടെ സമ്പത്ത് നമ്മൾ വിചാരിക്കാത്ത രൂപത്തിലൊരു നഷ്ടത്തിലേക്ക് പോയാൽ അതോടുകൂടി അത് കഴിഞ്ഞു. അതുകൊണ്ട് ഈ ഒരു അശ്രദ്ധ പലതരത്തിലുമുണ്ട്. വാഫിലീൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പല സ്ഥലത്തും ബോധിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഈ ഒരു അശ്രദ്ധ, ദുന്യവിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള അവൻ്റെ അനുഗ്രഹങ്ങൾ അത് ഉണ്ട് എന്ന നാട്യം, അത് കൂടുതൽ ഉണ്ടാക്കാനുള്ള മത്സര ബുദ്ധി, ഇത് രണ്ടും ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ. ആരോടാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് ആദ്യമായി പറയുന്നത് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. ജിബ്രീൽ അലൈഹിസ്സലാം ഈ ആയത്തുകൾ, ഈ സൂറത്തു തകാസുറിലെ ആയത്തുകൾ ആദ്യമായി ഓതിക്കൊടുക്കുന്നത് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. റസൂലുള്ളാഹിക്ക് അങ്ങനെ ഒരു സ്വഭാവം തന്നെ ഇല്ല. പിന്നെ ആരോടാണിത്? റസൂലുള്ള മുതൽ ലോകത്തിന് വരാനിരിക്കുന്ന മുഴുവൻ ജനങ്ങൾക്കും, മുഴുവൻ മുസ്ലിമീങ്ങൾക്കുമല്ല. കാരണം വിശുദ്ധ ഖുർആൻ ഹുദൽ ലിന്നാസ്, മാനവർക്കുള്ള, മുഴുവൻ മനുഷ്യർക്കുമുള്ള മാർഗദർശനമാണ്. അപ്പോൾ ഈ ഒരു അശ്രദ്ധ മാറ്റിയാൽ, അങ്ങനെ ഒരു അവസ്ഥ നമുക്കില്ല എന്ന് വിചാരിക്കാം. മക്കളെ വെച്ചുകൊണ്ട്, സമ്പത്ത് വെച്ചുകൊണ്ടുള്ള ഒരു പെരുമ നടിക്കലും ഒരഹങ്കാരവും അനാവശ്യമായി അത് എടുത്തു പറയൽ നമുക്കില്ല എന്ന് വിചാരിക്കുക.
അതോടുകൂടി മറ്റൊരു അലങ്കാരം നമ്മുടെ ജീവിതത്തിലേക്ക് വരും. എല്ലാ തരത്തിലുള്ള സുഖസൗകര്യങ്ങളുടെയും നിത്യത, പൂർണ്ണത, ഖാലിദീൻ എന്നാണ് സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞ ധാരാളം സ്ഥലങ്ങളിൽ അതിലവർ നിത്യവാസികളായിരിക്കും. ഇവിടെയുള്ള ഏതൊരു സുഖസൗകര്യങ്ങളും അത് നിത്യമല്ല. നമ്മുടെ മക്കളെക്കുറിച്ച് നമുക്ക് നിത്യമായി പറയാൻ പറ്റുമോ? ഒരുപക്ഷേ അവർ അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തും മുമ്പ് നമ്മൾ ഖബറിലെത്തിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ നമ്മൾ മരിക്കും മുമ്പ് അവർ മരിച്ചിരിക്കും. ഇവിടെ എല്ലാറ്റിനും പരിമിതികളുണ്ട്. ഇവിടെ ഒരു ടൂർ പോയാൽ ആ ടൂറിനൊരു അവധിയുണ്ട്, വൈകുന്നേരം വരെ. അപ്പോൾ സെക്യൂരിറ്റി പറയും 6 മണിയാണ്, ഇനി എല്ലാവരും പുറത്തു പോകണം. അപ്പോൾ അത് അതിർത്തി കഴിഞ്ഞു. അതോടെ ഒരു ദിവസം നമ്മൾ ആഗ്രഹിച്ചതുപോലും അല്പസമയം കൂടുതൽ ലഭിക്കാത്ത ലോകമാണിത്. ആ ടൂറിന് അങ്ങോട്ടുള്ള യാത്ര എത്ര, ഇങ്ങോട്ടുള്ള യാത്ര എത്ര, അതിനിടയ്ക്കുള്ള പ്രയാസങ്ങൾ, തിരിച്ചു വരുമ്പോൾ ഒന്ന് വീട്ടിലെത്തിക്കിട്ടിയാൽ മതിയായിരുന്നു. ആകെ കിട്ടിയത് ആ ടൂർ പോയ സ്ഥലത്തുള്ള അല്പസമയം മാത്രം. ഒരിത്തിരി സന്തോഷത്തിന് വേണ്ടി, ഏതാനും മണിക്കൂറിൻ്റെ ആനന്ദത്തിന് വേണ്ടി ആയിരങ്ങൾ ചെലവഴിക്കാൻ, സമയം പോക്കാൻ ജനങ്ങൾ തയ്യാറാണ്. ടൂറും വിനോദയാത്രയും ഒന്നും ഹറാമല്ല. അതിൻ്റെ പരിധിക്കനുസരിച്ച്, ഇസ്ലാം നിശ്ചയിച്ച പരിധിക്കനുസരിച്ച് അതൊക്കെയാകാം. പക്ഷേ ഈ ലോകത്ത് അതിന് പരിമിതിയുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ചൊരു ടൂറുണ്ട്. നമുക്ക് നിശ്ചയിച്ച നുസുലം മിൻ ഗഫൂരിർ റഹീം, പാപങ്ങൾ പൊറുക്കുന്നവനും കരുണാനിധിയുമായ റബ്ബിൻ്റെ വിരുന്ന് എന്നാണ് പറഞ്ഞത്. ജന്നാത്തു അദ്നിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗങ്ങൾ നാം അവർക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ നിത്യം നമ്മളൊരു സുഖസൗകര്യം അനുഭവിക്കുന്നു, അതിന് അന്ത്യമില്ല. 6 മണിക്കും 10 മണിക്കും 1 വർഷം കഴിഞ്ഞാലും അന്ത്യമില്ലാത്ത സൗകര്യം. എന്തിനാണ് സഹോദരീ സഹോദരന്മാരെ ഈ ലോകത്ത് വച്ച് മനുഷ്യർ തെറ്റ് ചെയ്യുന്നത്? എന്തിനാ മദ്യപിക്കുന്നത്? എന്തിനാ വ്യഭിചരിക്കുന്നത്? എന്തിനാണ് അന്യായമായി സമ്പത്ത്? ജീവിക്കണം, അടിച്ചു പൊളിച്ച് ജീവിക്കണം, പണമുണ്ടെങ്കിൽ എന്തുമായി എന്ന് വിചാരിച്ചിട്ടല്ലേ? എന്നാൽ നമ്മൾ വിചാരിക്കുന്നതെല്ലാം നമുക്ക് ലഭിക്കുക, അത് മനുഷ്യ മനസ്സിൻ്റെ ഒരു തേട്ടമാണ്. വിചാരിക്കുന്നതെല്ലാം ലഭിക്കുക, അതാണ് സ്വർഗം എന്ന് പറയുന്നത്. നമ്മൾ എന്താണോ വലക്കും ഫീഹാ മാ തസ്തഹീ അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ദഊൻ, അവരുടെ മനസ്സുകൾ ഇച്ഛിക്കുന്നത് അവിടെ ഉണ്ടാകും. മനസ്സുകൾ ആഗ്രഹിക്കുന്നത് അവർക്ക് ലഭിക്കും. ഇപ്പോൾ എനിക്ക് റിയാദിലെത്തണം, നമ്മൾ റിയാദിലെത്തിക്കഴിഞ്ഞു. ഇപ്പോൾ എനിക്ക് ഇന്ന ഭക്ഷണം കിട്ടണം, അത് കിട്ടിക്കഴിഞ്ഞു. ഒരു ഫലം, നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണം, അത് നമ്മുടെ അടുത്തേക്ക് താഴ്ന്നു വരുന്നു. സഹീഹ് മുസ്ലിമിൽ സ്വർഗത്തെക്കുറിച്ച് പറയുന്ന ഭാഗം വായിച്ചാൽ വർണ്ണിച്ചു പറയാൻ പറ്റാത്ത അത്രയും സഹീഹ് മുസ്ലിമിലൂടെ നമുക്കത് ബോധ്യമാകും. അത് ആരാ അതൊക്കെ നമുക്ക് പറഞ്ഞു തന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ വഹി അനുസരിച്ച് ഹബീബായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മരണാനന്തരം ജീവിതമില്ല എന്ന് ആർക്കെങ്കിലും സമർത്ഥിക്കാൻ കഴിയുമോ? അങ്ങനെ ഒരു ജീവിതമില്ല എന്ന് ആർക്കെങ്കിലും സമർത്ഥിക്കാൻ കഴിയുമോ? ആർക്കും കഴിയില്ല. എന്നാൽ മരണാനന്തരം ജീവിതമുണ്ട് എന്ന് സമർത്ഥിക്കാൻ ആർക്കും കഴിയും. വിശുദ്ധ ഖുർആൻ ആകട്ടെ മുസ്ലിമീങ്ങൾക്ക് പരലോകമുണ്ട് എന്നതിൻ്റെ തെളിവ് വിശുദ്ധ ഖുർആനാണ്. വിശുദ്ധ ഖുർആൻ അതിനുള്ള തെളിവ്. അതുകൊണ്ട് സത്യമായ പരലോകം, ഒരു സംശയവുമില്ലാത്ത ആ ആഖിറത്ത്, അത് ലക്ഷ്യം വെക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ മനോഗതി മാറും, നമ്മുടെ സംസാരത്തിൻ്റെ രീതി മാറും, നമ്മുടെ പ്രവർത്തനങ്ങളുടെ രീതി മാറും. നമ്മളൊരു ലക്ഷ്യത്തിലേക്ക് കുതിക്കുകയാണ്. ആ ലക്ഷ്യം ഹബീബായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച് കാണിച്ചു തന്ന, ജീവിക്കുന്ന ഖുർആൻ, ജീവിക്കുന്ന ഹദീസ്, അതായിരുന്നു നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ സ്വഹാബത്തും. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ ഗിന ഗിന നഫ്സ്, ഗിന ധന്യത എന്ന് പറയുന്നത് മനസ്സിൻ്റെ ധന്യതയാണ്. റസൂലുള്ളാഹിയുടെ വീട്ടിലേക്ക് അല്പം കുനിഞ്ഞു വേണം കയറാൻ. അപ്പം അത്രയും ചെറിയ വീടായിരുന്നു എന്നർത്ഥം. അത്രയും ചെറിയ വീടായിട്ട് പോലും നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധന്യനാക്കി എന്നാണ് ഖുർആൻ പറഞ്ഞത്. ആ ഭാഗം വിശദീകരിച്ചുകൊണ്ട് ഹദീസുകളിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഗിന ഗിന നഫ്സ്, ഗിന ധന്യത എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ധന്യതയാണ്. മനസ്സിന് ധന്യതയില്ലാതെ കൊട്ടാരത്തിൽ AC-യിൽ കഴിഞ്ഞാൽ ഒരു സമാധാനവും ഉണ്ടാവുകയില്ല. ചെറ്റക്കുടിലാണെങ്കിലും
സമാധാനവും സംതൃപ്തിയുണ്ടെങ്കിലും സുഖമായി ഉറങ്ങാൻ പറ്റും. അതിൻ്റെ അർത്ഥം ഒരു വീട് സ്വസ്ഥമായി AC ഉള്ളൊരു വീടുണ്ടാക്കാൻ പാടില്ല എന്നല്ല. അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. പക്ഷേ നിത്യമായ ഒരു സന്തോഷം ഈ ലോകത്ത് നമുക്ക് ലഭ്യമല്ല. AC-യും ഫാനും ഒന്നുമില്ലാത്ത ഖബറിലേക്ക് പോകേണ്ടവരാണല്ലോ നമ്മളെല്ലാവരും. അവിടെ അതിനേക്കാൾ വലിയ സൗകര്യം മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഖബറാളികളായ സത്യവിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൻ്റെ രംഗങ്ങൾ കാണിച്ചു കൊടുക്കും. അവർ അനുഭവിക്കുന്നത് നമ്മൾ വെച്ച ഖബറല്ല, ആത്മീയമായ മറ്റൊരു ലോകമാണ്. ഖബർ ശിക്ഷ എന്ന് പറയുന്നത് ആത്മീയം മാത്രമല്ല, ശാരീരികവുമാണ്. ആ ആത്മാവിലേക്ക് റൂഹിനെ തിരിച്ചു കൊടുക്കും എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഖബറിലെ ശിക്ഷ ആരും പറയേണ്ടതില്ല, അത് ആലങ്കാരികമാണെന്നും ഇന്നും ആത്മീയം മാത്രമാണെന്നും പറയാൻ സാധ്യമല്ല. ദീനിയായ കാര്യങ്ങൾ ഖുർആനും ഹദീസും പറഞ്ഞതുപോലെ മനസ്സിലാക്കാൻ പ്രയാസമുണ്ടെങ്കിൽ പ്രയാസമുണ്ടെന്ന് പറഞ്ഞാൽ മതി. ഖബർ ശിക്ഷ ശാരീരികമായിട്ടുണ്ട് എന്നതിനെ നിഷേധിക്കുന്നത് ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും നിഷേധമാകും. കേരളത്തിൽ ഹദീസ് നിഷേധ സ്വഭാവമുള്ള പലരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്, എഴുതി വച്ചിട്ടുണ്ട്. സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. അത് കഴിഞ്ഞാൽ, ആ ചോദ്യം ചെയ്യൽ കഴിഞ്ഞാൽ പിന്നീടുള്ള ബർസഖിയായ ജീവിതം അത് മറ്റൊരു ലോകത്തേക്കുള്ള ജീവിതമാണ്. അവിടെ രാവിലെയും വൈകുന്നേരവും രണ്ട് രൂപത്തിലുള്ള അവസ്ഥകൾ സത്യവിശ്വാസികൾക്കും സത്യനിഷേധികൾക്കും ഉണ്ടാകും. സത്യവിശ്വാസികളാണോ രാവിലെയും വൈകുന്നേരവും സ്വർഗം കാണിക്കപ്പെടും. സത്യനിഷേധികളാണോ രാവിലെയും വൈകുന്നേരവും നരകം കാണിക്കപ്പെടും. സ്വർഗം കാണിക്കപ്പെടുമ്പോൾ സത്യവിശ്വാസികൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും, പടച്ചവനെ ഖിയാമത്ത് നാളെ എത്രയും പെട്ടെന്ന് സംഭവിപ്പിക്കണമേ. എന്തേ അവരുടെ ആഗ്രഹം? അവരാ കണ്ട സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള അവരുടെ ആഗ്രഹം. നരകം കാണിക്കപ്പെടുമ്പോൾ അവരും പ്രാർത്ഥിക്കും, പടച്ചവനെ ഖിയാമത്ത് നാളിനെ നീട്ടിക്കൊണ്ടുപോകണമേ. കാരണം ആ ഖിയാമത്ത് നാൾ സംഭവിച്ചാൽ വിചാരണ കഴിഞ്ഞെത്താനുള്ള ഇടം അവർ കണ്ടുകഴിഞ്ഞു. അതുകൊണ്ട് ഞാനും നിങ്ങളും ഖബറിൽ കിടക്കുമ്പോൾ ഏത് രംഗമാണ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം കാണേണ്ടത് ഇപ്പം നിശ്ചയിക്കണം. ഇപ്പോൾ നമ്മുടെ കച്ചവടത്തിലൂടെ, നമ്മുടെ ഇടപാടുകളിലൂടെ, നമ്മുടെ ഇബാദത്തുകളിലൂടെ, ഭാര്യമാരുടെ പെരുമാറ്റത്തിലൂടെ, മാതാപിതാക്കളോടുള്ള പരിഗണനയുടെ വിഷയത്തിൽ, നമ്മുടെ സമ്പത്തിന് സക്കാത്ത് കൊടുത്തോ എന്ന ചോദ്യത്തിൽ, ഹജ്ജ് ചെയ്തോ എന്ന ചോദ്യം സ്വന്തത്തോട് ചോദിച്ചുകൊണ്ട്, ഹറം കണ്ടോ, ഉംറയെങ്കിലും ചെയ്തോ എന്ന ചോദ്യത്തിലൂടെ, പരലോകത്തിന് നമ്മൾ പ്രാധാന്യം കൊടുത്തോ എന്ന ചോദ്യത്തിലൂടെ, ഹത്താ സുർത്തുമുൽ മഖാബിർ, നിങ്ങൾ ഖബറിടം സന്ദർശിക്കുന്നത് വരെ. അപ്പോൾ ഏതൊരവസ്ഥയാണ് നമ്മൾക്ക് വേണ്ടത് എന്ന് നമ്മൾ ഈ ലോകത്ത് വെച്ച് തിരഞ്ഞെടുക്കണം. ഇന്നാ ഹദൈനാഹുസ് സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ. ഒന്നുകിൽ നന്ദിയുടെ അല്ലെങ്കിൽ നന്ദികേടിൻ്റെ നിലപാട് മനുഷ്യന് നാം കാണിച്ചു കൊടുത്തിരിക്കുന്നു. ഇത് സ്വാതന്ത്ര്യത്തിൻ്റെ ലോകമാണ്. നന്മ തിരഞ്ഞെടുക്കാനും തിന്മ തിരഞ്ഞെടുക്കാനും. പക്ഷേ മരണം വരെ മാത്രമേ ആ സ്വാതന്ത്ര്യമുള്ളൂ. ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചതിൻ്റെ പ്രതിഫലമാണ് മരണരംഗത്തോടുകൂടി നമുക്ക് ലഭിക്കാനുള്ളത്. ആ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ജീവിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഉബാദ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ച സുപ്രധാനമായൊരു കാര്യം നമുക്കറിയാം. ഒരു വ്യക്തി ഇസ്ലാമിലേക്ക് പ്രവേശിക്കണമെങ്കിലുള്ള പ്രഖ്യാപനം ഷഹാദത്ത് കലിമയാണ്. ആ ഷഹാദത്ത് കലിമയെ അല്പം വിശദമായി വിശദീകരിച്ചുകൊണ്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, മൻ ഖാല, ആരെങ്കിലും പറഞ്ഞാൽ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനല്ലാതെ ആരാധ്യനില്ല, വഹ്ദഹു ലാ ശരീക ലഹ്, അവൻ ഏകനാണ്, അവന് യാതൊരു പങ്കുകാരുമില്ല, വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു, മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ അടിമയും അവൻ്റെ റസൂലുമാകുന്നു, വ അന്ന ഈസ അബ്ദുല്ലാഹ്,
ഈസാ നബി അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമയാകുന്നു. വബ്നു ഉമ്മത്തിഹി വകലിമത്തുഹു അൽഖാഹാ ഇലാ മർയമ വറൂഹും മിൻഹു വഅന്നൽ ജന്നത ഹഖ്ഖുൻ വഅന്നൻ നാറ ഹഖ്ഖുൻ അദ്ഖലഹു അല്ലാഹു മിൻ അയ്യു അബ്വാബിൽ ജന്നത്തി അസ്സമാനിയ ഷാ. മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, അള്ളാഹുവിൻ്റെ ദാസിയുടെ പുത്രനും മറിയമിലേക്ക് അവൻ ഇട്ടുകൊടുത്ത അവൻ്റെ വചനവും അവങ്കൽ ഇന്നുള്ള ഒരു ആത്മാവുമാണെന്നും. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ ദാസിയുടെ പുത്രിയാണെന്നും ആ മറിയമിലേക്ക് അവൻ ഇട്ടുകൊടുത്ത വചനവും അവൻ്റെ നിന്നുള്ള ആത്മാവുമാണെന്നും വഅന്നൽ ജന്നത ഹഖ്ഖുൻ, സ്വർഗം സത്യമാണെന്നും നരക സത്യമാണെന്നും ഞാൻ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു എന്ന് ഒരു വ്യക്തി പറഞ്ഞാൽ ആ വ്യക്തിക്ക് സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളിൽ ഇഷ്ടമുള്ള കവാടത്തിലൂടെ ആ വ്യക്തിക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ എന്നാൽ പിന്നെ ഈ ദിക്ർ, ഈ ദുആ നമുക്ക് അങ്ങ് പഠിച്ചാൽ പോരെ? പഠിച്ചാൽ മതി. അത് കേവലം നാവിലൂടെയുള്ള പ്രഖ്യാപനം മാത്രമല്ല സഹോദരി സഹോദരങ്ങളെ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹി എന്ന് അംഗീകരിക്കുന്നു എന്ന് പറയുന്നവർ പ്രസംഗിക്കുന്നു, എഴുതുന്നു. കുർബാനക്ക് കുഴപ്പമില്ല, കുർബാന ഇസ്ലാമിലുണ്ട്. അവർ പറയുന്നു എന്തിനാണ് ഉളുഹിയ്യത്ത്, അങ്ങനെ ബലിമൃഗത്തെ അറക്കേണ്ട കാര്യമൊന്നുമില്ല, 7 ആൾ കൂടി ഒരു ഫർണിച്ചർ വാങ്ങിക്കൊടുത്താൽ മതി. അതാണ് പുതിയ വ്യാഖ്യാനം. ഏത് മതമായാലും പ്രശ്നമില്ല, നിങ്ങൾക്ക് അമ്പലത്തിൽ പോകാം, ചർച്ചിൽ പോകാം. ആ വ്യക്തിയും പറയുന്നു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. സർവമത സത്യവാദം എന്ന കുഫ്ർ, ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കാത്ത കാര്യം, ഇത് സമൂഹത്തിൽ പ്രചരിക്കുന്നു. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലയുടെ മഹത്വം ചെറുതല്ല. അതെന്താ അത്ര പറയാൻ? നമ്മളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവരല്ലേ? എല്ലാ ബാങ്കിലും കേൾക്കുന്നില്ലേ? എല്ലാ ഇഖാമത്തിലും പറയുന്നില്ലേ? എല്ലാ അത്തഹിയാത്തിലും പറയുന്നില്ലേ? പറയുന്നുണ്ട്. ആ പറച്ചിൽ കൊണ്ട് മാത്രമായില്ല, ആ പറയുന്ന കാര്യത്തെ ജീവിതത്തിലേക്ക് ബന്ധിപ്പിക്കുവാൻ സാധിക്കണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു റബ്ബ് സുബ്ഹാനഹു വ തആല അവനല്ലാതെ ആരാധ്യനില്ല എന്നതിന് ഞാൻ സാക്ഷിയാണ്, എൻ്റെ ജീവിതം സാക്ഷിയാണ്. എൻ്റെ സംസാരത്തിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ, നടപടികളിലുള്ള വേറുള്ളവർക്കൊക്കെ മനസ്സിലാകും പടച്ചോനല്ലാതെ സുജൂദ് ചെയ്യാൻ, വഴിപാടുകൾ കൊടുക്കാൻ, സത്യം ചെയ്യാൻ, അങ്ങനെ ഇബാദത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പടച്ചവനല്ലാതെ ഒരാളും അർഹനില്ല. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചു. അന്ന് നിസ്കാരം നിർബന്ധമായിട്ടില്ല. പക്ഷേ നമസ്കാരം നിർബന്ധമാകാത്ത, നോമ്പ് നിർബന്ധമാകാത്ത കാലഘട്ടത്തിൽ ബിലാൽ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ച കാര്യം മക്കയിലുടനീളം അറിഞ്ഞു. എങ്ങനെ അറിഞ്ഞു? ഇന്നൊരാൾ മുസ്ലിമാണോ എന്നറിയാൻ അയാളെ പിന്നാലെ മണിക്കൂറുകൾ സഞ്ചരിച്ചാൽ അയാൾക്ക് ളുഹറുല്ല അസറുല്ല, യാത്രക്കാരനാണെങ്കിൽ 2 കൂടി നിസ്കരിക്കല്ലോ, അതും കാണുന്നില്ല. അപ്പോൾ ഏതായാലും നിസ്കരിക്കുന്നില്ല എന്ന് ഉറപ്പായി. അന്ന് നിസ്കാരം നിർബന്ധമായിട്ടില്ല. നിസ്കരിക്കാത്ത ധാരാളം സഹാബികൾ സ്വർഗത്തിലാണ്. കാരണം നിസ്കാരം നിർബന്ധമാണ്ടേ നിസ്കരിക്കണമെങ്കിൽ. നിസ്കാരം നിർബന്ധമായത് ഹിജറ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ്. ആദ്യഘട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹി മുഹമ്മദ് റസൂലുള്ളാഹിയുമായിരുന്നു സ്വർഗത്തിനുള്ള അവരുടെ ഏറ്റവും വലിയ യോഗ്യത. അപ്പോൾ എങ്ങനെ മനസ്സിലായി? അല്ലാഹു അല്ലാതെ ആരാധ്യനില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞില്ലേ? അല്ലാഹു അല്ലാതെ ആരാധ്യനുണ്ട് എന്നതിന് കുറേ ചടങ്ങുകൾ അവിടെ ഉണ്ട്, കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ട്. അവരെന്തെങ്കിലും ഒരു കാര്യത്തിന് പോകുമ്പോൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ വിഗ്രഹത്തിൻ്റെ അടുത്ത് പോകും. എന്നിട്ട് അവിടെ ഒരു നാട്ടയുണ്ടാകും, ഇഫ്അൽ ലാ തഫ്അൽ, നീ ചെയ്യുക, നീ ചെയ്യരുത്, എടുത്തു നോക്കൂ, ആ ചെയ്യുക, അപ്പം ചെയ്യാം. അപ്പോൾ ഒരു കാര്യം ചെയ്യണം എന്ന് അവർ തീരുമാനിക്കുന്നത് വിഗ്രഹത്തിൻ്റെ അടുത്ത് പോയിട്ടാണ്. ഈ പണിക്ക് ബിലാൽ അല്ലാഹുവിനെ കാണുന്നില്ല, ഉസ്സൻ്റെ നേർച്ചക്കുമില്ല, ഇബ്രാഹിം നബിൻ്റെ ആണ്ടിനുമില്ല, എവിടെയും കാണുന്നില്ല. ബിലാൽ അവരുടെ ഭാഷയിൽ മുഹമ്മദിൻ്റെ ഒപ്പം ചേർന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ എങ്ങനെയാണ് സഹോദരീ സഹോദരന്മാരെ ബിലാൽ റളിയല്ലാഹു അൻഹു ഷഹാദത്ത് പ്രഖ്യാപിച്ചത്? അല്ലാഹു അല്ലാതെ ആരാധ്യനുണ്ടെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സ്ഥലത്തും മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കാണാനില്ല. ആ മഹാനായ സ്വഹാബിയോടൊപ്പം അള്ളാഹു നമ്മെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ. അപ്പോൾ കാണാനില്ല, അതാണ് വിഷയം. അപ്പോൾ അല്ലാഹു അല്ലാതെ ആരാധ്യനുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന സ്ഥലമാണ് തറയുത്സവം. അല്ലാഹു അല്ലാതെയുള്ള ആരാധനകൾക്കുള്ള അടയാളമാണ് നിലവിളക്ക്. ആ നിലവിളക്കിൻ്റെ പിന്നിലുള്ള വിശ്വാസം പരിശോധിച്ച് നോക്കൂ. ഒരു സംശയവുമില്ല, ദേവനെ പ്രീതിപ്പെടുത്തുന്ന നിലവിളക്ക് കൊളുത്തുമ്പോൾ ഏതാദ്യം കൊളുത്തണം, എങ്ങനെ കൊളുത്തണം, എല്ലാ നിയമങ്ങളും കാണാം. നമസ്കാരത്തിന് ഷർത്ത് പാലിക്കാതെ ഒന്നും എടുക്കാതെ ഒരാൾക്ക് നിസ്കരിക്കാൻ പറ്റുമോ? അതുപോലെ നിലവിളക്ക് കൊളുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്.
അപ്പോൾ നിലവിളക്ക് കൊളുത്തുമ്പോൾ ഞാനവിടെ ഉണ്ടാവില്ല എന്നൊരു മുൻ മുഖ്യമന്ത്രി CH മുഹമ്മദ് കോയ സാഹിബ്, അള്ളാഹു ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ, അദ്ദേഹം പ്രഖ്യാപിച്ചു. അതിൻ്റെ പേരിൽ ലോകത്തൊന്നും സംഭവിക്കില്ല. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടിട്ടില്ല ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചതിൻ്റെ പേരിൽ. അപ്പോൾ നമ്മൾ വിചാരിക്കും എളുപ്പമാണ് എന്ന്. PTIയുടെ വൈസ് പ്രസിഡൻ്റാണ് ഞാൻ. അങ്ങനെ കോളേജിൻ്റെ വാർഷികത്തിന് ഞാനും നിന്ന് കൊടുത്തു. ഞാൻ അങ്ങോട്ട് മാറി നിന്നു. നിങ്ങൾ എന്തേ മാറി നിന്നു? ഞങ്ങൾക്കത് പറ്റൂല, ഞങ്ങൾ മുഹമ്മദ് നബിയെ പോലും ആരാധിക്കാത്ത ആൾക്കാരാ, അതുകൊണ്ട് അങ്ങനെയാണല്ലേ ബഹുമാനേ കിട്ടുള്ളൂ, ആദരവേ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിക്കുക അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് അല്ലെങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിനെന്താ പ്രശ്നം? അതിന് പ്രശ്നമുണ്ട്. അത് ജീവിതത്തിൽ പകർത്തി കിട്ടുക എന്നത് മഹാ തൗഫീഖാണ് സഹോദരങ്ങളെ, റബ്ബിൻ്റെ ഭാഗത്തുള്ള വലിയ തൗഫീഖാണ്. നമ്മുടെ വീട്ടിൽ നമുക്കിഷ്ടമില്ലാത്തൊരാചാരം നടക്കുന്നു, ആ ആചാരത്തിൽ മഹാനായ മുഹയ്യിദ്ദീൻ ഷെയ്ഖിനെ 1000 വട്ടം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു ചടങ്ങാണത്. നമ്മൾ അവിടെ ഉണ്ടാകരുത്. അഷ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, പടച്ചോനല്ലാതെ പ്രാർത്ഥിക്കാൻ സഹായം തേടാൻ പറ്റുന്ന ഒരുത്തനും ലോകത്തില്ല. മുഹയ്യിദ്ദീൻ ഷെയ്ഖൊക്കെ മഹാൻ തന്നെയാ, ഷെയ്ഖ് പഠിപ്പിച്ചിട്ട് ഷെയ്ഖിന് 1000 വട്ടം വിളിക്കാൻ, അതുകൊണ്ട് ഞാൻ അവിടെ ഇല്ല, ആ ഭക്ഷണത്തിന് ഞാനില്ല. അപ്പം ചില ആൾക്കാർക്ക് മുഖം കറുക്കും, അവരെന്താണ് ഇല്ലാത്തത്? ആ മുഖം കറുക്കലൊക്കെ വരട്ടെ, നമുക്ക് കുന്തം കൊണ്ടുള്ള കുത്ത് കിട്ടിയിട്ടില്ല. മഹാന്മാരായ സ്വഹാബികൾ കിട്ടിയതുപോലെ ഒരു കുത്തുവാക്കെങ്കിലും നമുക്ക് കിട്ടിക്കോട്ടെ, കുടുംബത്തിൽ ഒറ്റപ്പെട്ടോട്ടെ. ഇതിൻ്റെ പേരിൽ ഫറഖ ഖുറൈശികളെ ഭിന്നിപ്പിച്ചു എന്നാണ് റസൂലുള്ളയെ പറ്റി മക്കക്കാർ പറഞ്ഞ പരാതി. റസൂലുള്ളയെ പറ്റി വേറൊന്നും മദ്യപിച്ചുവെന്നോ വ്യഭിചരിച്ചൊന്നും അവർക്ക് പരാതിയില്ല. ഞങ്ങളെല്ലാവരും കൂടി ഇബ്രാഹിം നബി ഇസ്മായിലിനൊക്കെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു അതൊന്നും പറ്റൂല, പഠിച്ചവരോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പറ്റൂ, ഇവിടെ ആകെ പ്രശ്നം. ആ പ്രശ്നമുണ്ടാക്കിയ ഒരാളാണ് നമ്മുടെ കുടുംബത്തിൽ അൽഹംദുലില്ലാഹ് അത് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളയുടെ അടയാളമാണ്. സഹോദരങ്ങളെ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എങ്ങാനും ശരിയായി മനസ്സിലായാൽ പിന്നെ ചൂഷണങ്ങൾക്ക് ഒരു സ്ഥാനവുമില്ല. ഇവിടെ പടച്ചോനെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ പൈസ വേണോ? പടച്ചോനെ എനിക്ക് സ്വർഗം തരണേ, എനിക്ക് എൻ്റെ മക്കളുടെ പഠനത്തിൽ ബർക്കത്ത് കൊടുക്കണേ, എൻ്റെ കച്ചവടത്തിൽ ബർക്കത്ത് തരണേ എന്ന് പറയാൻ പണം വേണോ? പണം വേണ്ട. എന്നാൽ അല്ലാഹു അല്ലാതെ പ്രാർത്ഥനകൾ മറ്റുള്ളവർ കൊടുക്കുന്ന എല്ലാ സ്ഥലത്തും പണമാണ്. അതിന് ഖബറിന് പ്രത്യേക കമ്മിറ്റി. ഇസ്ലാം പഠിപ്പിച്ച ഖബറിന് കമ്മിറ്റിയില്ല. റസൂലുള്ളയുടെ ഖബറിൻ്റെ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരാ? ഇന്നാരാ പ്രസിഡന്റ്, സെക്രട്ടറി? ഇല്ല. എന്നാൽ അത് അവരോട് തേടാനുള്ള കേന്ദ്രമായപ്പോൾ അവിടെ ഭണ്ഡാരപ്പെട്ടി വന്നു, അതിന് കമ്മിറ്റി വന്നു, അതിന് വരുമാനം വന്നു, അങ്ങനെ പിന്നെ പാസ്ബുക്കൊക്കെ വന്നു, ഖബറിന് പാസ്ബുക്ക് വരെ വന്നു. പടച്ചോനെ രക്ഷിക്കണേ എന്ന് പറയാൻ യാതൊരു വരുമാനവും ആവശ്യമില്ല. അവിടെയാണ് സ്വർണം ഇരട്ടിയാകുന്ന, പിന്നെ ഇരട്ടി ആയിക്കോട്ടെ, എന്നാൽ പിന്നെ ജിന്നുമ്മൻ്റെ കൈ കൊടുത്താൽ മതി, അണ് കൊടുക്കല്ലേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാവിധം മനസ്സിലാകാത്തതാണ് അടിസ്ഥാന പ്രശ്നം. മലക്കുണ്ട്, ജിന്നുണ്ട്, മനുഷ്യരുണ്ട്, എല്ലാമുണ്ട്. അതിൻ്റെ പേരിൽ ഒരന്ധവിശ്വാസവും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത് മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ ദഖലൽ ജന്ന, ആ വ്യക്തി സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മാത്രമല്ല നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലഖിനു മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ മരണമാസന്നമായ അവസ്ഥയിൽ ഒരു വ്യക്തിയെ കണ്ടാൽ നിങ്ങൾ ആ വ്യക്തിയെ ഓർമ്മപ്പെടുത്തണം, ചൊല്ലിക്കൊടുക്കണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്. അപ്പോൾ മരണമാസന്നമാകുന്ന സന്ദർഭത്തിലും ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ ചെല്ലേണ്ട കലിമത്തു ഷഹാദത്ത്, മരിക്കുന്ന സന്ദർഭത്തിലും കലിമത്തു ഷഹാദത്ത്. ഇതിനെങ്ങാനും എനിക്കും നിങ്ങൾക്കും ഭാഗ്യം ലഭിച്ചാൽ, ഒരാളോട് ചോദിക്കുക, നിങ്ങൾക്ക് എയ്ഡ്സ് പിടിച്ച് നിങ്ങളുടെ സ്വന്തം കുടുംബവും നാട്ടുകാരും ഒക്കെ നിങ്ങളെ ഒഴിവാക്കി നിങ്ങൾ തെരുവിലേക്ക് പോകുന്നു, എന്നാൽ നിങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും അതിനുള്ള അനുഗ്രഹവും നൽകുന്നു ഒരു ഭാഗം. വേറൊരു ഭാഗം, നിങ്ങൾക്ക് ലോകത്തുള്ള സർവ്വ സൗകര്യങ്ങളും നിങ്ങൾ വിചാരിക്കുമ്പോൾ പോകാൻ പറ്റുന്ന രൂപത്തിൽ വിമാനങ്ങളൊക്കെ നിങ്ങൾ കിട്ടും. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മനസ്സിലാകൽ നിങ്ങൾക്ക് തരില്ല. ഒരു വിശ്വാസി തിരഞ്ഞെടുക്കുക ആദ്യത്തേതായിരിക്കും. ഈ ലോകത്ത് എത്രമാത്രം അപമാനിക്കപ്പെട്ടാലും എത്ര മാരക രോഗം വന്നാലും അതിൻ്റെ അർത്ഥം മാരക രോഗം വരണമെന്നോ വരാൻ ആഗ്രഹിക്കണമെന്നോ അല്ല, അതിൻ്റെ പ്രാധാന്യം മനസ്സിലാകാനാണ്. എനിക്ക് വേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആകുന്നു എന്ന് പറയും. അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, ഈ കലിമത്തു തൗഹീദിൻ്റെ മഹത്വം മനസ്സിലാക്കി സ്വർഗം സത്യമാണ്, നരകം സത്യമാണ് എന്ന ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകാൻ വേണ്ടി
നമ്മൾ ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. ഒരിക്കലും സഹോദരന്മാരെ ദീനിനെ സൈഡായി കാണരുത്. ആ ഒരു വെള്ളിയാഴ്ച അതിപ്പോൾ 12 1 മണി, അവിടെ ഒരു 1:25 ആകും, 1:15 നമുക്ക് അങ്ങോട്ട് ചെല്ലാം. എവിടേക്ക് ചെല്ലാം? ആർക്ക് വേണ്ടി സഹോദരങ്ങളെ? എന്തിനെയാണ് നമ്മൾ ഈ കൊച്ചാക്കുന്നത്? ഒരു ജുമയ്ക്ക് മര്യാദയ്ക്ക് പങ്കെടുത്താൽ, പൂർണ്ണമായി പങ്കെടുത്താൽ, അതൊക്കെ നമ്മൾ നാളെ പരലോകത്ത് നമുക്കുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ദീനിനെ സൈഡാക്കുന്ന ഒരു മനോഗതിയിൽ നിന്നും ഇന്ന് വെള്ളിയാഴ്ചയാണ്, എനിക്ക് സ്വസ്ഥമായി ഇന്ന് ജുമയ്ക്ക് പങ്കെടുക്കണം, എന്നിട്ട് പടച്ചവനോടൊന്ന് പ്രാർത്ഥിക്കണം എന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സ് മാറേണ്ടതുണ്ട്. നമ്മുടെ ഒരു കുട്ടി കഴിഞ്ഞ ദിവസം ഈ പള്ളിയുമായി ബന്ധപ്പെട്ടൊരു സഹോദരിയുടെ കുടുംബത്തിൽപ്പെട്ടൊരു കുട്ടി കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയി. ഒട്ടേറെ വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണപ്പെട്ട എല്ലാ വിശ്വാസിനികൾക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹു